എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. കണ്ണൂരിൽ സഹകരണ ബാങ്കിലെ 4 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടിയ ആൾക്ക് നവകേരള സദസ്സിലൂടെ ഞെട്ടിക്കുന്ന ഇളവ് ലഭിച്ചു. എത്രത്തോളം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നുവോ അത്രത്തോളം നാളത്തേക്കുള്ള കരുതലുണ്ടാവും. 3,97,000 രൂപയുടെ കുടിശ്ശികയുള്ള ആൾക്ക് 515 രൂപയുടെ ഇളവാണ് നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നവകേരള സദസ്സിൽ പരാതി നൽകിയതിലൂടെ ലഭിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ലേ ആ കാശ് കിട്ടിയത്. എനിക്ക് അതിന്റെ വീതം കിട്ടിയാ പറ്റൂ. വീടിന്റെ അറ്റകുറ്റപ്പണിക്കെടുത്ത 4 ലക്ഷം രൂപ വായ്പ, അതിൽ പരാതിക്കാരൻ ഇനിയും അടയ്ക്കാനുണ്ട് 3,97,731 രൂപ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. നാടിന്റെ സങ്കടങ്ങൾക്ക് പ്രശ്നപരിഹാരം കാണാൻ മന്ത്രിസഭ തന്നെ നേരിട്ടെത്തുമ്പോൾ ഈ പരാതിക്കാരനും ഒരു ഇളവ് പ്രതീക്ഷിച്ചിരിക്കാം. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. കേരള ബാങ്കിന് ഇരിട്ടി ശാഖയിൽ നിന്ന് എടുത്ത വായ്പയ്ക്ക് നവകേരള സദസ് വഴി ഒരു ഇളവ്. പ്രതീക്ഷ തെറ്റിയില്ല, ഇളവ് കിട്ടി. ആ ഇളവ് പക്ഷേ 515 രൂപയാണ്. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കിയെന്നും ഈ മാസം 31-നകം നവകേരള വഴി കിട്ടിയ 515 രൂപ ഇളവും കഴിച്ച് 3,97,216 രൂപ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനത് ചോദിക്കരുതായിരുന്നു. ബാങ്കിൽ അടയ്ക്കണമെന്നാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ അറിയിപ്പിൽ പറയുന്നത്. ഭയങ്കരം തന്നെ. ഇരിട്ടിയിൽ നവകേരള സദസ്സിൽ പരാതി പറയാൻ പോകാതെ ആ ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇളവിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചേനെ എന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ പരാതിക്കാരനും ചിന്തിക്കുന്നുണ്ടാവാം.